കുഞ്ഞവരാത്തുരുത്ത് യുവജന വായനശാലയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ കെ.വി. കുഞ്ഞികൃഷ്ണൻ നിർവഹിച്ചു. ചടങ്ങിൽ വായനശാല ആദ്യകാല പ്രവർത്തകർക്ക് ആദരവ് നൽകി. കുഞ്ഞവരാത്തുരുത്ത് യുവജന വായനശാലയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ കെ.വി. കുഞ്ഞികൃഷ്ണൻ നിർവഹിച്ചു. കൂടുതൽ ലൈബ്രറികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലൈബ്രറികൾ നേരിടാൻ പോകുന്ന പ്രധാനപ്പെട്ട പ്രശ്നം പുസ്തകം നിരന്തരമായി എടുക്കാനും വായിക്കാനും ആളുകൾ വരാനുള്ള സാധ്യത കുറയും, അല്ലെങ്കിൽ ആളുകൾ വരുന്നില്ല എന്നുള്ളതായിരിക്കും പരാതി. നോക്കിക്കോ, വളരെ കുറച്ച് പേര് ലൈബ്രറിയിൽ വരുന്നുള്ളൂ എന്നായിരിക്കും പരാതി ഉണ്ടാവാൻ സാധ്യത. പക്ഷെ നിങ്ങളെല്ലാം കൂടി ഉത്സാഹിക്കുകയാണെങ്കിൽ ആ ഒരു അപകടം ഒഴിവാക്കാം. നിങ്ങൾ നിരന്തരമായി ഈ ലൈബ്രറികളിൽ ചെല്ലാം, എപ്പോഴും പുസ്തകങ്ങൾ വാങ്ങിക്കാം, അത് തിരിച്ചു കൊടുക്കാം, പുതിയ വാങ്ങിക്കാം. അതാണ് ഈ ലൈബ്രറി സജീവമാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പണി. പതാക ഉയർത്തലോടുകൂടി ആരംഭിച്ച ചടങ്ങിൽ വനിതാ ദിനാചരണം, കുട്ടികളുടെയും യുവജനങ്ങളുടെയും കലാപരിപാടികൾ എന്നിവ നടന്നു. തുടർന്ന് പൊതുസമ്മേളനത്തിൽ യുവജന വായനശാല പ്രസിഡന്റ് സൂരജ് ലാൽ അധ്യക്ഷനായി. യുവജന വായനശാല സെക്രട്ടറി വി.എ. ദീപക് കുമാർ യോഗത്തിൽ റിപ്പോർട്ട് അവതരണം നടത്തി. ചടങ്ങിൽ പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ വായനശാലയുടെ ആദ്യകാല പ്രവർത്തകരെ ആദരിച്ചു. തുടർന്ന് ചേന്ദമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ലീന വിശ്വനാഥൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. അശ്വതി ശിവജി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ.എസ്. അനിൽകുമാർ, പറവൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി രമാദേവി, വാർഡ് മെമ്പർ ശ്രീദേവി സുരേഷ്, ഗ്രന്ഥശാല സംഘം താലൂക്ക് കൗൺസിലർ ബെന്നി ജോസഫ്, CSCB പ്രസിഡന്റ് വി.എസ്. പ്രകാശ്, വി.എസ്. ജയപ്രകാശ്, ഗ്രന്ഥശാല സംഘം പഞ്ചായത്ത് നേതൃസമിതി കൺവീനർ M.X. മാത്യൂസ്, നന്മ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ജോൺസൺ കല്ലറക്കൽ, ഡോക്ടർ A.K. അനിൽകുമാർ, ജയശ്രീ പ്രദീപ്, T.P. ഷൈജു എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ സ്വരാത്മിക മ്യൂസിക് ബാൻഡിന്റെ കരോക്കെ ഗാനമേള എന്നിവയുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, പറവൂർ. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.